സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മഹോന്നതമായ നാമങ്ങളിലൊന്നാണ് സിൽവർ ഹിൽസ്. അതിൻ്റെ 50 വർഷങ്ങൾ അനുഗ്രഹപ്രദമായ 50 വർഷങ്ങളാണ്. എ ലൈൻ ഈസ് എ ഡോട്ട് ദറ്റ് വെൻറ്റ് ഫോർ എ വോക്ക് എന്ന് പറഞ്ഞത് പോൾ ക്ലിയാണ്. മറ്റുള്ളവർ കാണുന്നത് പോലെ കാണുന്നയാളല്ല കലാകാരൻ. അതിനെ എല്ലാവരും കാണുന്നതിനെ അല്പം വ്യത്യസ്തമായി മറ്റൊരു നോട്ടപ്പാടിലൂടെ, മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ കാണാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. ഇവിടെ ഈ 50 വർഷത്തെ നിറവിൽ നിൽക്കുമ്പോൾ ഒരു സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവരുടെ ഭാവനയിൽ വിരിഞ്ഞ വർണ്ണചിത്രങ്ങൾ ലളിതകലാ അക്കാദമിയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. എന്നെ ഒറ്റ നോട്ടത്തിൽ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ഈ പ്രദർശനം. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ഒരുപക്ഷെ നാളെ എങ്ങനെയാവും എന്നതിനെക്കുറിച്ച് ഏകദേശ ധാരണ നമുക്ക് കിട്ടുക. തീർച്ചയായും ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ ഇതിലുണ്ട്. എല്ലാ കുട്ടികളും വാസ്തവത്തിൽ കലാകാരന്മാരാണ്. ഭാവനയുടെ സമ്പന്നത കുഞ്ഞുങ്ങൾക്കുണ്ട്. പലപ്പോഴും ജിബ്രാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും ഒക്കെ അവരുടെ ചുമലിൽ വെച്ചു കൊടുത്ത് നമ്മൾ അവരെ പലപ്പോഴും വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. മുതിർന്നവർ അവരെ അവരുടെ വഴിക്ക് വിടുക. അവർക്ക് അവരുടെ ചിറകുകളുണ്ട്, അവരുടെ ആകാശമുണ്ട്. ആ ആകാശത്തിൽ അവർ കാണുന്ന നക്ഷത്രങ്ങൾ, അവർ കാണുന്ന മേഘങ്ങൾക്കൊക്കെ മറ്റൊരു മനോഹരമായ ചേതോഹാരിതയുണ്ട്, മനോഹാരിതയുണ്ട്. ഈ ചിത്രങ്ങളിൽ ചിലതിൽ വർണ്ണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി, അവർ ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്ന രീതി, അവർ മുന്നിൽ കണ്ട ഒരു കാര്യത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതി, ഇതൊക്കെ കാഴ്ചക്കാരെ തീർച്ചയായും വിസ്മയിപ്പിക്കും എന്നത് ഉറപ്പാണ്. പ്ലേറ്റോ തൻ്റെ ആദർശ രാജ്യത്തിൽ കലാകാരന്മാരാരും കയറരുത് എന്ന് ശഠിക്കുന്നുണ്ട്. കാരണം പ്ലേറ്റോ അതിന് പറഞ്ഞതിൻ്റെ വലിയ ഒരു കാര്യം ഓരോ കലാകാരനും അനുകരിക്കുന്ന ആളാണ് എന്നാണ്. പക്ഷെ പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ അത് തിരുത്തുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ പറയുന്നു, ഒരു കലാകാരൻ അനുകരിക്കുകയല്ല, മറിച്ച് അയാൾ ഭാവനാത്മകമായി ഒരു കാര്യത്തെ പുനർസൃഷ്ടിക്കുകയാണെന്ന്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കാണുന്ന ലോകത്തെ നമ്മുടെ ഭാവന കലർത്തി, നമ്മുടെ സ്നേഹവും സാഹോദര്യവും സമാധാനവും സന്മനസ്സുമൊക്കെ കലർത്തി പുനരാവിഷ്കരിക്കുകയാണ് ഈ കലാകാരന്മാരായ കൊച്ചു കൂട്ടുകാരിവിടെ ചെയ്യുന്നത്. അവരുടെ ഈ ഒരു മനോഹരമായ ഈ ഒരു എക്സിബിഷൻ കണ്ടപ്പോൾ മനസ്സ് നിറയുകയാണ്. തീർച്ചയായും ഒരുപക്ഷെ മലബാറിലെ ഏറ്റവും മുഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എന്ന ഒരു പേര് സിൽവർ ഹിൽസിനുള്ളപ്പോൾ അത് മനുഷ്യൻ്റെ നാനാവിധമായ ഹോളിസ്റ്റിക്കായ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഒരു ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോൺ മണ്ണാർത്തുറ അച്ഛന് അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മറ്റുള്ളവരുടെ നന്മ കണ്ടെത്താനുള്ള വലിയ കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഈ കലാസൃഷ്ടിയുമായി ഇങ്ങനെ വരുമ്പോൾ അവരുടെ മാതാപിതാക്കളും അവരെ ഇതിലേക്ക് അണിയിച്ചൊരുക്കിയ, അവരുടെ പിന്നിൽ നിന്ന് അവരെ ധാരാളമായി സഹായിച്ച് ഈ ഒരു എക്സിബിഷന് ഒരുക്കിയ പ്രിയപ്പെട്ട അധ്യാപകരും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഭാവിയിലും ധാരാളമായി ഈ ഒരു കലയുടെ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പലപ്പോഴും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം തമ്മിലടിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നൊരു വർത്തമാന കാലത്ത് കല കലഹങ്ങൾക്കുള്ള പ്രതിവിധിയാണ് എന്ന് ഈ കുഞ്ഞുങ്ങൾ തെളിയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇത് കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷവും അഭിമാനവും അറിയിക്കുന്നതോടൊപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി കൂടെ വാഗ്ദാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.